സർവസംശയച്ഛേദാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. സൃഷ്ടിയുടെ ആരംഭത്തിൽ അഥവാ സൃഷ്ടി തുടങ്ങുന്നതിന് മുൻപ് കഴിഞ്ഞ കൽപ്പത്തിലെ ജീവന്മാർ അവരുടെ വാസനകളോടൊപ്പം മെഴുകുണ്ടയിൽ പൊന്തരികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഒരു അവ്യക്താവസ്ഥയിൽ സ്ഥിതി ചെയ്യും. അടുത്ത സൃഷ്ടിക്ക് കാലമാകുമ്പോൾ, ഈശ്വര സങ്കല്പം സൃഷ്ടിക്ക് അനുകൂലമാകുമ്പോൾ ഈ ജഗതീശ്വരൻ സൃഷ്ടിക്കായി പ്രയത്നിച്ചു തുടങ്ങും. അവിടെ പ്രയത്നം എന്ന് പറഞ്ഞാൽ കൈകാലുകൾ ചലിപ്പിച്ചുള്ള പ്രയത്നമല്ല. ഈശ്വരന്റെ പ്രയത്നം സങ്കല്പ തലത്തിലാണ്. പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്നുള്ള സങ്കല്പം കൊണ്ട് പ്രപഞ്ച സൃഷ്ടിയെ നടത്താൻ ശക്തിയുള്ളവനാണ് ഈ സർവേശ്വരൻ. അതുകൊണ്ട് ഇവിടെ സൃഷ്ടിക്കായി അദ്ദേഹം പ്രയത്നിക്കും എന്നൊക്കെ പറഞ്ഞാൽ ആയാസകരമായ ജോലിയൊന്നുമല്ല. കേവലം സങ്കല്പം കൊണ്ട് സത്യസങ്കല്പനായ ഭഗവാൻ സൃഷ്ടിക്ക് സഹായകമായ ആ സങ്കല്പത്തെ ചെയ്യും. നമ്മൾ എവിടെയാ നിൽക്കുന്നത്? അമ്മഹാസുഷുപ്തിയിൽ അഖില ജീവാക്കളും പൊന്മാറ്റുമെഴുകുണ്ട തന്നിൽ എന്നതുപോലെ വാസന പോലെ ലയിച്ചിരിക്കും കാലത്തിങ്കൽ ശാസന ചെയ്യും ജഗന്നായകൻ സൃഷ്ടിക്കായി. ഇനി എന്ത് സംഭവിക്കുന്നു? അന്നേരം മഹാമായ തന്നുടെ ഗുണങ്ങളെ ഒന്നായിട്ടിരിപ്പതു മൂന്നായി തിരിച്ചുടൻ മുന്നേതു സത്വഗുണം, പിന്നേതു രജോ ഗുണം, പിന്നേതു തമോ ഗുണം, ഇങ്ങനെ മൂന്നായതിൽ ഒന്നായിരിക്കുന്ന അവ്യക്താവസ്ഥയിലിരിക്കുന്ന അല്ലെങ്കിൽ ഗുണസാമ്യം ത്രിഗുണങ്ങൾ ചലിക്കാതെ സമസ്ഥിതിയിലിരിക്കുന്ന ആ അവസ്ഥയാണ് സൃഷ്ടിക്ക് തൊട്ടു മുമ്പുണ്ടായിരുന്നത്. അതിനെയാണ് അവ്യക്തം, അവ്യാകൃതം എന്നീ പേരുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ അവസ്ഥയിൽ നിന്ന് സൃഷ്ടി ആരംഭിക്കാൻ പോകുന്നു. അതെങ്ങനെയാ തുടങ്ങുന്നത്? ഒന്നായിട്ടിരിപ്പത് മൂന്നായി തിരിച്ചുടൻ. ഒന്നായിരിക്കുന്ന യാതൊരു തരത്തിലുള്ള ഭേദവുമില്ലാത്ത നാമരൂപ ആവിർഭാവത്തിന് മുമ്പുള്ള ആ അവസ്ഥയെ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയെ, അവിടെ സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങൾ വേർതിരിയുന്നില്ല. ആദ്യമായി ഈശ്വരൻ ചെയ്യുന്നത് ഈ മൂന്ന് ഗുണങ്ങളെ വേർതിരിക്കുക എന്നുള്ളതാണ്. ഒന്നായിട്ടിരിപ്പത് മൂന്നായി തിരിച്ചുടൻ. അവിടം മുതൽ സൃഷ്ടി ആരംഭിക്കുന്നു. മുന്നേത് സത്വഗുണം, പിന്നേത് രജോ ഗുണം, പിന്നേത് തമോ ഗുണം, ഇങ്ങനെ മൂന്നായി. സത്വം രജസ് തമസ് എന്നിങ്ങനെ മൂന്ന് ഗുണങ്ങൾ വേർതിരിയാൻ തുടങ്ങുന്നു ഈശ്വര സങ്കല്പത്താൽ. അതിൽ സത്വാംശമായ വിദ്യാരൂപിണിയാകുന്നതും മിഥ്യയാമ വിദ്യയ്ക്ക് താമസമായ ഗുണം, നിശ്ചലയായ വിദ്യാ ചൈതന്യം പ്രതിബിംബിച്ചീശ്വരൻ അവ്യാകൃതൻ അന്തര്യാമിയോമേവം. മൂന്നു നാമങ്ങൾ ചൊല്ലിയിടുന്നതു മൂവർകളാൽ മൂന്നു ലോകവും സൃഷ്ടി ഉണ്ടായെന്നറിഞ്ഞാലും. ഗുണങ്ങൾ മൂന്നായതുകൊണ്ട് ഓരോ ഗുണത്തിനും അധിപതിയായി ഓരോ ഈശ്വരൻ. അങ്ങനെ മൂന്ന് ഈശ്വരന്മാരില്ല, ഈശ്വര തത്വം എന്നും ഒന്നാണ്. പക്ഷേ ഈ മൂന്ന് ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൂന്ന് പ്രകടനങ്ങൾ, അതാണ് ത്രിമൂർത്തികൾ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. അതിനു മുമ്പ് എന്താണ്? സത്വാംശമായ വിദ്യാരൂപിണിയാകുന്നത്. ഈ മായ അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ ആ അവ്യാകൃതം, അതുമല്ലെങ്കിൽ ഗുണസാമ്യം എന്നുള്ള അവസ്ഥ മൂന്നായി തിരിയുന്നു. അതിൽ സത്വാംശമായ വിദ്യാരൂപിണിയാകുന്നതും സത്വാംശം അല്ലെങ്കിൽ സത്വമായ, മായയുടെ മൂന്ന് ഗുണങ്ങളാണ് ഈ പറഞ്ഞ മൂന്നും, സത്വം രജസ് തമസ് എന്നിവ. അതിൽ സത്വഗുണമാണ് അറിവിന് കാരണമാകുന്നത്. അറിവ്, സുഖം, പ്രകാശം, ഇത് മൂന്നും സത്വഗുണത്തിന്റെ പ്രത്യേകതകളാണ്. അറിവ്, സുഖം അല്ലെങ്കിൽ ആനന്ദം, പ്രകാശം. അപ്പൊ സത്വഗുണം ആദ്യം രൂപപ്പെടുന്നു. മൂന്ന് ഗുണങ്ങളും ഒരേ സമയത്താണ് ശരിക്കും രൂപപ്പെടുന്നത്. പക്ഷെ പറയുമ്പോൾ
സത്വഗുണത്തിന് മുഖ്യത്വം നൽകി. അത് വളരെ വിശേഷപ്പെട്ട ആത്മാവിലേക്ക് അടുപ്പിക്കുന്ന ഗുണമായതുകൊണ്ട് അതിൻ്റെ പേരാദ്യം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അത് വിദ്യാരൂപിണിയാണ്. സത്വഗുണത്തോടു കൂടിയ മായ അല്ലെങ്കിൽ സത്വഗുണത്തിന് മുൻതൂക്കം ഉള്ള ആ മായാപ്രകടനം വിദ്യാരൂപിണിയാണ്. അറിവിന് കാരണമാകുന്ന ബന്ധമോചനിയായ ജ്ഞാനമാണ്, ജ്ഞാനസ്വരൂപിണി. സത്വത്തെ നാം ആശ്രയിച്ചേ നമുക്ക് നിർഗുണ ബ്രഹ്മത്തിൽ ചെന്നെത്താൻ പറ്റൂ. നേരിട്ട് നിർഗുണത്തിലേക്ക് ചാടി പിടിക്കാം എന്ന് ഒരിക്കലും വിചാരിക്കണ്ട. ഇനി സത്വഗുണം കഴിഞ്ഞാലോ, മിഥ്യയാമ വിദ്യയ്ക്ക് താമസമായ ഗുണം. അവിദ്യ തമോ ഗുണപ്രധാനയാണ്. ഇരുട്ടാണ് അവിദ്യ, അജ്ഞാനം. സത്വത്തിന്റെ നേരെ വിരുദ്ധമായ ഭാവം മിഥ്യ. അത് മിഥ്യയാണ്. പ്രകാശമയമായ സത്യത്തിൽ ഇരുട്ടെങ്ങനെ കടന്നു വരും? അറിവ് സ്വരൂപമായ പരമാത്മാവിൽ അല്ലെങ്കിൽ ഈശ്വരനിൽ എങ്ങനെയാണ് അജ്ഞാനം കയറി വരിക? സാധ്യമല്ല. പക്ഷേ കയറി വന്നതുപോലെയാണ് നമ്മുടെ അനുഭവം. നമുക്കാർക്കും ആത്മജ്ഞാനമില്ല, ആത്മാവ് പ്രകാശിക്കുന്നതായി അനുഭവമില്ല, ആത്മാനന്ദം അനുഭവപ്പെടുന്നുമില്ല. അങ്ങനെയുള്ളപ്പോ അജ്ഞാനം ഉണ്ട് എന്ന് സമ്മതിച്ചേ തീരൂ. പക്ഷേ യുക്തി അന്വേഷിച്ചാൽ അറിവ് സ്വരൂപമായ ബ്രഹ്മത്തിൽ അവിദ്യയ്ക്ക് കടന്നു വരാൻ പറ്റില്ല. ഇങ്ങനെ അനുഭവവും യുക്തിയും പൊരുത്തപ്പെടാതിരിക്കുന്ന അവസ്ഥയാണ് മായ. മരുഭൂമിയിൽ കാനൽ ജലം വ്യക്തമായി അലയടിക്കുന്നതായി കാണപ്പെടുന്നു. പക്ഷേ യുക്തി ആലോചിച്ചാൽ ചുട്ടുപഴുത്ത മണൽപ്പരപ്പിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും എങ്ങനെ ഉണ്ടാവും? സാധ്യമല്ല. പക്ഷേ കാണപ്പെടുന്നു. യുക്തിഹീന പ്രകാശസ്യ സംജ്ഞാ മായ. യുക്തി കാണാൻ പറ്റാത്തതും എന്നാൽ വ്യക്തമായി അനുഭവപ്പെടുന്നതുമായ ഒന്നാണ് മായ. ഈ പ്രപഞ്ചം മായ കാര്യമാണ്. ഇതില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. അത്ര വ്യക്തമാണ് നമ്മുടെ പ്രപഞ്ചാനുഭവം. എന്തായാലും സത്വഗുണം ആത്മാവിലേക്ക് അടുപ്പിക്കും. അത് വിദ്യാരൂപിണിയാണ്. അവിദ്യ മിഥ്യയാണ്, യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. അത് തമോ ഗുണവുമാണ്. നിശ്ചലയായ വിദ്യാചൈതന്യം പ്രതിബിംബിച്ച്, വിദ്യാചൈതന്യം എന്ന് പറഞ്ഞാൽ വിദ്യയിൽ അല്ലെങ്കിൽ സത്വമായയിൽ ഈ ഈശ്വരൻ പ്രതിഫലിച്ചുണ്ടാകുന്നതാണ് സൃഷ്ടികർത്താവായ ഈശ്വരൻ. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഈശ്വര തത്വം ബ്രഹ്മമാണ്. ആ ബ്രഹ്മചൈതന്യം ശുദ്ധസത്വത്തിൽ അഥവാ സത്വമായയിൽ പ്രതിഫലിക്കുമ്പോൾ പറയുന്ന പേരാണ് ഈശ്വരൻ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ ഈശ്വരൻ. അപ്പൊ നിർഗുണമായ ബ്രഹ്മത്തിന് സൃഷ്ടിയുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ആ ബ്രഹ്മത്തിന്റെ ശക്തിയായ മായ, അതിലും സത്വഗുണപ്രധാനമായ മായയിൽ ഈ ബ്രഹ്മചൈതന്യം പ്രതിഫലിക്കുമ്പോഴാണ് ഈശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിശ്ചലയായ വിദ്യാചൈതന്യം നിശ്ചലമാണ്. സത്വത്തിന് ചലനം സാധ്യമല്ല. ചലനം രജസ്സിന്റെ സ്വഭാവമാണ്. രജോ ഗുണത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ചലനം ഉണ്ടാകുന്നത്. ഈ വിദ്യാചൈതന്യം എന്ന് പറഞ്ഞാൽ ശുദ്ധ ബ്രഹ്മം എന്നർത്ഥം. അത് പ്രതിബിംബിച്ച്, ഏതിൽ? സത്വമായയിൽ പ്രതിബിംബിച്ച് ഉണ്ടാകുന്നതാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ ഈശ്വരതത്വം. ആ ഈശ്വരന് വേറെയും പേരുകളുണ്ട്. അവ്യാകൃതൻ, അന്തർയാമി. നിശ്ചലയായ വിദ്യാചൈതന്യം പ്രതിബിംബിച്ച് ഈശ്വരൻ അവ്യാകൃതൻ അന്തർയാമിയും ഏവം 3 നാമങ്ങൾ ചൊല്ലിയിടുന്നു. അത് മൂവർകളാൽ 3 ലോകവും സൃഷ്ടിയുണ്ടായെന്നറിഞ്ഞാലും ഈശ്വരൻ അവ്യാകൃതൻ. ഈശ്വരൻ, നമുക്ക് ഓരോ വാക്കിന്റെയും ശരിക്കുള്ള ആ അർത്ഥം വ്യുത്പത്തി പറഞ്ഞു തന്നെ മുമ്പോട്ട് പോകാം. ഈശ്വരൻ എന്ന വാക്ക് ഈശ് എന്ന ധാതുവിൽ നിന്ന് രൂപപ്പെട്ടതാണ്. സംസ്കൃതത്തിൽ ഈശ് എന്ന് പറഞ്ഞാൽ ഈശതേ, ഭരിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, അധിപൻ, എല്ലാറ്റിന്റെയും മേൽനോട്ടം വഹിക്കുന്നവൻ, ചക്രവർത്തി, രാജാവ്, ഭരണാധിപൻ. ഈ അർത്ഥമാണ് ഈശ്വരൻ എന്നുള്ളതിന്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ആ പ്രപഞ്ചത്തിലുള്ള സർവ്വതിനെയും തന്റെ നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്നവൻ, എല്ലാറ്റിനെയും ഭരിക്കുന്നവൻ, അദ്ദേഹമാണ് ഈശ്വരൻ. അദ്ദേഹത്തിന് തന്നെ വേറെയും പേരുണ്ട്, അവ്യാകൃതൻ. അവ്യാകൃതൻ എന്ന് പറഞ്ഞാൽ വ്യാകൃതിയില്ലാത്തവൻ. വ്യാകൃതി എന്ന് പറഞ്ഞാൽ വികാരം, മാറ്റം, പരിണാമം. അതൊക്കെ പ്രപഞ്ചധർമ്മങ്ങളാണ്.
ഈശ്വരൻ മാറുന്നവനല്ല, പരിണമിക്കുന്നവനല്ല, എന്നും ഒരുപോലെ സ്ഥിതി ചെയ്യുന്നവനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവ്യാകൃതൻ എന്ന പേര് ലഭിച്ചു. ഇനി സകല ജീവരാശികളുടെയും ഹൃദയാന്തർഭാഗത്ത് പ്രവേശിച്ച് അവിടെ ഇരുന്നു കൊണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ചലനങ്ങളെ യമനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അന്തർയാമി. ഉള്ളിലിരുന്ന് യമനം ചെയ്യുന്നവൻ, നിയന്ത്രിക്കുന്നവൻ. ഇപ്പൊ ഈശ്വരൻ പുറത്തില്ലേ? പുറത്തുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ നിയന്ത്രണം മുഴുവൻ ശരീരത്തിനകത്ത് ഹൃദയാന്തർഭാഗത്ത് ഇരുന്നു കൊണ്ടാണ്. കാരണം ജീവന്റെ ഓരോ ചലനത്തെയും, ഓരോ സങ്കല്പത്തെയും, ഓരോ വികാര വിചാരങ്ങളെയും അതാത് സമയത്ത് പ്രചോദിപ്പിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നവനായതുകൊണ്ടാണ് ഈ ഈശ്വരന് അന്തർയാമി എന്ന പേര് സിദ്ധിച്ചത്. ഇങ്ങനെ 3 പേരിലും അറിയപ്പെടുന്നു. അനേകം പേരുകളുണ്ട് ഭഗവാൻ. അങ്ങനെ നമ്മൾ പല പേരുകൾ പറഞ്ഞാലും പ്രധാനമായും വേദാന്ത ശാസ്ത്രത്തിൽ ഈശ്വരൻ, അവ്യാകൃതൻ, അന്തർയാമി, ഇങ്ങനെയൊക്കെയാണ് ഈശ്വരനെ സൂചിപ്പിക്കുന്നത്. 3 നാമങ്ങൾ ചൊല്ലിയിടുന്നു. ഇങ്ങനെ 3 പേരാണ് വേദാന്ത ശാസ്ത്രത്തിൽ പറയപ്പെടുന്നത്. മൂവർകളാൽ 3 ലോകവും സൃഷ്ടി ഉണ്ടായെന്നറിഞ്ഞാലും. മൂവർകൾ എന്ന് പറഞ്ഞാൽ 3 പേർ. 3 പേർ എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികൾ. ഈ ത്രിമൂർത്തികളും വേറെ വേറെ തത്വങ്ങളല്ല. ഇത് 3ഉം ഒന്ന് തന്നെയാണ്. ഓരോ ഗുണവുമായി ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ പേര് പറയുന്നു. രജോ ഗുണവുമായി ബന്ധപ്പെട്ടാണ് സൃഷ്ടി നടക്കുന്നത്. ചലനം, ഇളക്കം, ഒന്ന് പലതായി മാറണം. അതിന് സഹായിക്കുന്നത് രജോ ഗുണമാണ്. അപ്പോൾ ആ രജോ ഗുണത്തെ ആശ്രയിച്ച് ഈ ഈശ്വരൻ സൃഷ്ടി നടത്തുമ്പോൾ അദ്ദേഹം ബ്രഹ്മദേവൻ അല്ലെങ്കിൽ സൃഷ്ടികർത്താവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി രക്ഷകനാകുമ്പോൾ വിഷ്ണു. രക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് സത്വഗുണത്തിന്റെ പ്രകടനമാണ്. ആ സത്വഗുണത്തിന് മുൻതൂക്കം കൽപ്പിക്കപ്പെടുമ്പോൾ ഇതേ ഈശ്വരനെ തന്നെ വിഷ്ണു എന്ന് വിളിക്കുന്നു. ഇനി ഉണ്ടായവ അങ്ങനെ തന്നെ നിലനിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഉണ്ടായവ പരിണമിക്കണം. പരിണമിച്ച് അവസാനം ഇല്ലാതാകണം, മറഞ്ഞു പോകണം. നശിക്കണം എന്ന് പറയാൻ പറ്റില്ല. അതിന് രൂപമാറ്റം സംഭവിച്ച് അത് ഇല്ല എന്ന് തോന്നുന്ന ഒരു രീതിയിലാകണം. അത്രയേ ഉള്ളൂ മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും അന്തിമമായി ഇവിടെ നശിക്കുന്നില്ല. പ്രത്യക്ഷപ്പെട്ടതുപോലെ തോന്നുന്നു, മറഞ്ഞു പോയതുപോലെ തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സ്ഥിതി. അപ്പോ തമോ ഗുണമാണ് മറയ്ക്കുന്ന സ്വഭാവം. മറയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കുക, അതില്ല എന്ന് തോന്നിക്കുക. ആ തമോ ഗുണവുമായി ബന്ധപ്പെട്ട ഈശ്വര തത്വത്തെയാണ് രുദ്രൻ അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്നത്, മഹേശ്വരൻ. ഇങ്ങനെ ഒരേ ഈശ്വര തത്വം തന്നെ പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ ഓരോന്നിനെയും ആശ്രയിച്ച് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇവര് 3 പേരല്ല, 3 പേരും വാസ്തവത്തിൽ ഒരു ഈശ്വര തത്വം തന്നെയാണ്. ഈ 3 ഭാവങ്ങളാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് മറച്ചു കളയുന്നത്. നശിപ്പിക്കുക എന്നുള്ള വാക്കിന് ഇവിടെ പ്രസക്തിയേ ഇല്ല. മറഞ്ഞു പോവുക. മറഞ്ഞു പോവാനും ഈശ്വരന്റെ ഇടപെടൽ വേണം. അങ്ങനെയാണ് ശിവനെ സംഹാരകാരകൻ എന്ന് പറയുന്നത്. സംഹരിക്കുക എന്നുള്ളതിന് കൊല്ലുക എന്നുള്ള അർത്ഥമുണ്ടെങ്കിലും സംഹരിക്കുക എന്നുള്ളതിന് പിൻവലിക്കുക, ഉള്ളിലേക്ക് വലിക്കുക എന്ന ഒരു അർത്ഥം കൂടെയുണ്ട്. അസ്ത്രത്തെ പ്രയോഗിക്കുക, അസ്ത്രത്തെ സംഹരിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രയോഗിച്ച അസ്ത്രത്തെ മന്ത്രശക്തി കൊണ്ട് ഉള്ളിലേക്ക് തിരിച്ചു പിടിക്കുക, വിത്ഡ്രാ എന്നുള്ള അർത്ഥത്തിലാണ് ഈ സംഹാരം എന്ന വാക്ക്. സാധാരണ കൊല്ലുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഒന്നും നശിപ്പിക്കപ്പെടുന്നില്ല, ആരും മരിക്കുന്നില്ല. അതുകൊണ്ട് സാധാരണ അർത്ഥം ഇവിടെ സ്വീകരിച്ചാൽ ശരിയാവില്ല. ഉള്ളിലേക്ക് വലിക്കുക, തന്നിൽ നിന്ന് തന്നെ പ്രകടമായ പ്രപഞ്ചനാമരൂപങ്ങളെ തൻ്റെ ഉള്ളിലേക്ക് തന്നെ ഈശ്വരൻ പിൻവലിക്കുന്നതാണ് വാസ്തവത്തിൽ സംഹാരം. ഇനി നമുക്ക് ഇതിന്റെ സാരം വായിക്കാം. സാത്വികം, രാജസം, താമസം തുടങ്ങിയ ഗുണത്രയങ്ങളിൽ മുഴുകിക്കഴിയുന്ന പ്രകൃതിയെ മഹാസുഷുപ്തി എന്നും പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഗുണങ്ങൾ വേർതിരിഞ്ഞിട്ടില്ല, എല്ലാം കൂടെ ചേർന്നിങ്ങനെ അവിയൽ പരുവത്തില് ഇരിക്കുന്നതിനെയാണ് മഹാസുഷുപ്തി അല്ലെങ്കിൽ അവ്യാകൃതം, അതും അല്ലെങ്കിൽ അവ്യക്തം
എന്നീ പേരുകൾ പറഞ്ഞു വിളിക്കുന്നത്. പ്രകൃതി മായാന്ധകാരത്തിലാണ് താനും. അപ്രകാരം മഹാസുഷുപ്തിയിൽ ആണ്ടു കഴിയുന്ന ജീവജാലങ്ങൾ പൊന്നിന്റെ മാറ്റപ്രകാരമോ അപ്രകാരം വാസന പോലെ ലയിച്ചു കഴിയുന്നു. ഈ അവ്യാകൃതത്തിൽ അല്ലെങ്കിൽ മഹാസുഷുപ്തിയിൽ അനേക കോടി ജീവന്മാർ അവരവരുടെ പൂർവവാസനകളോടൊപ്പം ഉറങ്ങിക്കിടക്കുന്നു, ലയിച്ചു കഴിയുന്നു. അതെപ്രകാരമെന്നാൽ ജഗന്നായകനായ പരമ്പൊരുൾ സൃഷ്ടിക്കു വേണ്ടി കാലമാകുന്ന ചാക്രികത്തിൽ വാസന പോലെ ലയിച്ചിരിക്കുന്നത് പോലെയാണ്. ഇവിടെ ഈശ്വരൻ ജീവന്മാർ ലയിച്ചിരിക്കുന്നത് പോലെ ലയിച്ചിരിക്കുന്നു എന്നല്ല അർത്ഥം സ്വീകരിക്കേണ്ടത്. ഈശ്വരൻ ഒരിടത്തും ലയിക്കുന്നുമില്ല, പ്രകടമാകുന്നുമില്ല. പ്രകടമാകുന്നതും ലയിച്ചു പോകുന്നതും ഒക്കെ മായയുടെ തലമാണ്. ഈശ്വരൻ ഈ അവ്യാകൃതത്തിൽ തൻ്റെ സങ്കല്പശക്തിയാൽ നാമരൂപങ്ങളെ പൊന്തിച്ചു കാണിക്കുന്നു, പ്രത്യക്ഷപ്പെടുത്തുന്നു. അത് സൃഷ്ടി. അതിനെ കുറെ കാലം നിലനിർത്തുന്നത് സ്ഥിതി. വീണ്ടും അതിനെ മറച്ചു കളയുന്നത് അല്ലെങ്കിൽ മായ്ച്ചു കളയുന്നത് സംഹാരം. ആ സമയത്ത് മഹാമായ ഒന്നായിട്ടിരിക്കുന്ന ഗുണങ്ങളെ മൂന്നായി പിരിക്കുന്നു. മായ പിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മായാവിയായ ഈശ്വരൻ ഈ ഗുണസാമ്യ അവസ്ഥയെ സത്വം, രജസ്, തമസ് എന്നിങ്ങനെ മൂന്നായി പിരിക്കുന്നു. ഇപ്രകാരം പിരിയുന്ന ഗുണങ്ങളിൽ സത്വാംശം വിദ്യാരൂപിണിയായി മാറുന്നു, മോക്ഷത്തിന് കാരണമാകുന്ന സത്വഗുണം. മിഥ്യയായ അവിദ്യ താമസ ഗുണമായും ഭവിക്കുന്നു. ഇവിടെ രജോ ഗുണത്തിന്റെ കാര്യം പറയുന്നില്ല. കാരണം രജസ് ചലനാത്മികയാണ്. ചലിപ്പിക്കുന്ന, ചലനത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ പരിണാമത്തിന് കാരണമാകുന്ന ഗുണമാണ് രജോ ഗുണം. നിശ്ചലയായ വിദ്യാചൈതന്യം പ്രതിബിംബിച്ച് അവ്യാകൃതനായ ഈശ്വരൻ അകവും പുറവും വ്യാപിച്ചു വസിക്കുന്നു. ഈശ്വരൻ എല്ലാറ്റിൻ്റെയും ഉള്ളിലും വെളിയിലും നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഈ ഗുണങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടാതെ, ഗുണകാര്യങ്ങളാൽ ബദ്ധനാകാതെ അദ്ദേഹം വ്യാപിച്ചു കഴിയുന്നു. അതാണ് ഈശ്വരന്റെ മഹത്വം. അപ്പൊ ഈ ത്രിമൂർത്തികൾ ഇങ്ങനെയാണ് അവരവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ. അപ്രകാരം മൂന്ന് നാമങ്ങളിൽ നിന്നും അവരാൽ തന്നെ മൂന്ന് ലോകത്തെയും സൃഷ്ടിക്കും എന്നറിയുക. മൂന്ന് നാമങ്ങൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഈശ്വരന്റെ നാമങ്ങൾ തന്നെയാണ്. അവ്യാകൃതൻ, ഈശ്വരൻ, അന്തർയാമി. അതേ ഈശ്വര തത്വം തന്നെയാണ് മൂന്ന് രൂപങ്ങളിൽ പ്രകടമാകുന്നത്. അപ്പോൾ നമ്മൾ ത്രിമൂർത്തികൾ എന്ന് പറയുന്നു. ഇനി നോക്കാം എന്താണ് ആചാര്യൻ പറയാൻ പോകുന്നത് എന്ന്. ഈശ്വര ചൈതന്യം കൊണ്ടുണ്ടായ ജഗത്തിങ്കൽ താൽപര്യമെന്തോ മായ കൽപ്പിതമെന്നോ ചൊൽവാൻ താൽപര്യമതീനുണ്ടായി വന്നിടുമതീനുടെ ഉദ്ഭവം വിചാരിച്ചു കാണുമ്പോൾ അറിഞ്ഞിടാം. ഈശ്വര ചൈതന്യം കൊണ്ടുണ്ടായ ജഗത്തിങ്കൽ, ഈശ്വര ചൈതന്യം കാരണമായി, ഈശ്വര സങ്കല്പം ഹേതുവായി അവ്യാകൃതത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകുന്നു. നാമരൂപങ്ങൾ വേർതിരിയുന്നു. സൃഷ്ടി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നാമരൂപങ്ങൾ വേർതിരിയുക. സൃഷ്ടിക്ക് മുമ്പ് നാമരൂപങ്ങളുടെ വേർതിരിവില്ല, എല്ലാം കൂടെ ഒന്നായിരുന്നു, ഒരു കൂരിരുട്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ ഈശ്വര ചൈതന്യം കൊണ്ടുണ്ടായ ഈ ജഗത്തിനെ എന്തിനു മിഥ്യ എന്ന് പറയണം? ബ്രഹ്മസത്യം ജഗൻ മിഥ്യ, ഇതാണല്ലോ ശങ്കരാചാര്യരുടെ മുദ്രാവാക്യം. വേദാന്തത്തിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ബ്രഹ്മം സത്യം, ജഗത്ത് മിഥ്യ. പക്ഷെ ഈ ജഗത്ത് ഈശ്വര ചൈതന്യം കാരണമായിട്ട് അല്ലെങ്കിൽ ഈശ്വരന്റെ സങ്കല്പം കൊണ്ടാണ് ഉണ്ടായത് എന്നും പറയുന്നു. ഈശ്വര സങ്കല്പത്താൽ ഉണ്ടായ ജഗത്തിനെ മായാകൽപിതം എന്ന് എന്തിനു പറയുന്നു? ഭഗവാൻ സൃഷ്ടിച്ചത് മിഥ്യയാകാൻ പറ്റുമോ? ഒരു സംശയം നമ്മുടെ ഉള്ളിൽ ഉദിക്കാം. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് പറയുന്നത്. ഈശ്വര ചൈതന്യം കൊണ്ടുണ്ടായ ജഗത്തിങ്കൽ താൽപര്യം എന്ത്? മായാകൽപിതമെന്ന് ചൊൽവാൻ. ഭഗവാൻ സത്യസ്വരൂപനായ സത്യസങ്കല്പനായ ഈശ്വരൻ സൃഷ്ടിച്ച ഈ ജഗത്തിനെ സത്യം എന്ന് തന്നെ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇതിനെ ആചാര്യന്മാർ എന്തുകൊണ്ട് മിഥ്യ എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ അതിനെന്താണ് താല്പര്യം? എന്തിനാണ് അങ്ങനെ അവർ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, താല്പര്യം അതിനുണ്ടായി വന്നിടും. ആ പറഞ്ഞതിന്റെ പുറകിൽ ഒരു പൊരുളുണ്ട്.
ഉദ്ദേശത്തോടു കൂടിയാണ്, എന്തോ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആചാര്യന്മാർ പ്രപഞ്ചത്തെ മിഥ്യ എന്ന് പറഞ്ഞത്. അത് മനസ്സിലാക്കിയാൽ അവർ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് പിടികിട്ടും. താല്പര്യം എന്ത്, മായാകൽപിതം എന്ന് ചൊല്ലുവാൻ എന്ന് ചോദിച്ചിട്ട് താല്പര്യം അതിനുണ്ടായി വരും, താല്പര്യം അതിനുണ്ടായി വന്നിടും. അത് സ്വോദ്ദേശ്യമായി പറയപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ട് പ്രപഞ്ചത്തെ ആചാര്യന്മാർ മായ അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുന്നു എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ ആ മായ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിനുടെ ഉദ്ഭവം വിചാരിച്ചു കാണുമ്പോൾ അറിഞ്ഞിടാം. അതിനുടെ ഉദ്ഭവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ, ജഗത്തിന്റെ ഉദ്ഭവത്തെ വേണ്ടവണ്ണം യുക്തി വിചാരം ചെയ്ത് അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറഞ്ഞതിന്റെ താത്പര്യം അല്ലെങ്കിൽ പൊരുൾ തെളിഞ്ഞു കിട്ടും. സത്വാംശ ഗുണമായ മായയിൽ നിന്നീശ്വരൻ തത്രൈവ രജോ ഗുണ യുക്തയാമവിദ്യയും പലതായി പിരിഞ്ഞതിൽ ഈശ്വര ചൈതന്യവും കലർന്നു ജീവാക്കളായുണ്ടായി ചമഞ്ഞതും. വീണ്ടും അതേ വാക്ക് പ്രത്യക്ഷപ്പെടുകയാണ്, ജീവാക്കൾ, ജീവന്മാർ എന്നർത്ഥം. സത്വാംശ ഗുണമായ മായയിൽ നിന്ന് സത്വഗുണത്തിന് പ്രാധാന്യം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ സാത്വികമായ അംശത്തിൽ പ്രതിഫലിക്കുന്ന ബ്രഹ്മചൈതന്യമാണ് ഈശ്വരൻ. ആ ഈശ്വരൻ തത്രൈവ രജോഗുണയുക്തയാം അവിദ്യയും, രജസ്സിലും ഈ ചൈതന്യത്തിന്റെ പ്രതിഫലനം ഉണ്ടാകും, തമസ്സിലും ഉണ്ടാകും. ഇങ്ങനെ രജസ്സും തമസ്സും ചേർന്നതാണ് വാസ്തവത്തിൽ അവിദ്യ. കേവലം തമസ്സല്ല, തമസ് കൂടുതലും രജസ് കുറവും. ആ ഗുണമാണ് തമോ ഗുണം. കാരണം ഈ തമസ്സിൽ നിന്നാണ് രജസ് പ്രകടമാകുന്നത്. ഒരു കൂരിരുട്ടിൽ നിന്നാണ് കർമ്മം ഉദ്ഭവിക്കുന്നത്. രജസ് എന്ന് പറഞ്ഞാൽ കർമ്മം. ഒരു കൂരിരുട്ട്, അതിൽ നിന്ന് അഹങ്കാരമുണ്ടായി. ആ അഹങ്കാരം പലതരത്തിലുള്ള കർമ്മങ്ങളും ചെയ്തുകൊണ്ട് കഴിയുന്നു ജീവഭാവത്തിൽ. അപ്പോ തമസ്സാണ് അവിദ്യ എന്ന് പറയുമ്പോഴും അത് കേവലം തമസ്സല്ല, രജോ മിശ്രിതമായ, രജോ ഗുണം കലർന്ന തമസ്സാണ്. അതാണ് രജോ ഗുണയുക്തയാം അവിദ്യയും. അവിദ്യയിൽ തന്നെ രണ്ടംശങ്ങളുണ്ട്, തമസ്സും രജസ്സും. സത്വത്തിൽ ഇവയുടെ അല്ലെങ്കിൽ ശുദ്ധ സത്വത്തിൽ ഈ രജസിന്റെയും തമസിന്റെയും അംശങ്ങൾ കലരുന്നില്ല. അതുകൊണ്ട് അതിനെ ഈശ്വരൻ തൻ്റെ ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ മൂന്ന് ഗുണങ്ങൾ വേർതിരിയുന്നു. പലതായി പിരിഞ്ഞതിൽ ഈശ്വര ചൈതന്യവും കലർന്ന്. ഇങ്ങനെ മൂന്ന് ഗുണങ്ങൾ വേർതിരിഞ്ഞു. ആ മൂന്ന് ഗുണങ്ങളിലും ഒരേ ഈശ്വര ചൈതന്യം കലർന്ന് അല്ലെങ്കിൽ പ്രതിഫലിച്ച് നിഴലിച്ച് ജീവാത്മാക്കളായി തീർന്നു. ഇത് നിങ്ങളുടെ കഥയാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരുടെയും പൂർവചരിത്രമാണ് ആചാര്യൻ ഇങ്ങനെ വിവരിക്കുന്നത്. നമ്മളൊക്കെ ഈശ്വരാംശമാണ്, ഈശ്വരൻ തന്നെയാണ്. പക്ഷേ ഉപാധിയിൽ പ്രതിഫലിച്ച ഈശ്വരതത്വം, അതായത് രജസ്സും തമസ്സും കലർന്ന അവിദ്യയിൽ ഈശ്വര ചൈതന്യം പ്രതിഫലിച്ചാണ് ജീവന്മാർ ഉണ്ടാകുന്നത്. ശുദ്ധസത്വത്തിൽ അല്ലെങ്കിൽ സത്വമായയിൽ ചൈതന്യം പ്രതിഫലിക്കുമ്പോൾ അത് ഈശ്വരൻ, സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായ ഈശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ചുരുക്കം, ഈശ്വരന്റെ പ്രതിഫലനമാണ് ജീവന്മാർ. ഉപാധികൾ പലതായതുകൊണ്ട് പല ജീവന്മാർ ഉണ്ടായതുപോലെ തോന്നുന്നു. ആകാശത്തിൽ പ്രകാശിക്കുന്ന സൂര്യൻ ഒന്നാണ്. ഭൂമിയിൽ, തറയിൽ അനേകം ജലപാത്രങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ജലപാത്രത്തിലും ഓരോ സൂര്യൻ പ്രതിഫലിക്കുന്നതായി തോന്നും. പ്രത്യേകം അനേകം സൂര്യന്മാരുണ്ടെന്ന് തോന്നും. അത് തോന്നൽ മാത്രമാണ്, വാസ്തവമല്ല. സൂര്യൻ ഒന്നാണ്, പ്രതിബിംബങ്ങൾ പലത്. ഇതുപോലെ ഈശ്വരതത്വം അല്ലെങ്കിൽ ബ്രഹ്മതത്വം ഒന്ന്, ജീവന്മാർ, പ്രതിഫലനങ്ങൾ പലത്. ഇനി ഇതിന്റെ സാരം വായിക്കാം. ഈശ്വര ചൈതന്യം കൊണ്ടുണ്ടായതാണ് ജഗത്ത്. അപ്രകാരം ഉണ്ടായ ജഗത്തിനെ മായാകൽപിതം എന്ന് എന്തുകൊണ്ട് പറയാം? അതിനുള്ള കാരണം ഈശ്വര സങ്കല്പത്തിന്റെ ഉദ്ഭവം ചിന്തിച്ച് അനുഭവത്തിൽ വരുമ്പോൾ വ്യക്തമാവുന്നതാണ്. ഈ ഈശ്വരതത്വം വാസ്തവത്തിൽ എന്താണ്? ഈശ്വരന്റെ സങ്കല്പം കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു,
എന്നുള്ള കാര്യങ്ങളെയൊക്കെ സൂക്ഷ്മ വിശകലനം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ജഗത്തിനെ മായാകൽപിതം അല്ലെങ്കിൽ മിഥ്യ എന്ന് ആചാര്യന്മാർ പറഞ്ഞു എന്ന കാര്യം വ്യക്തമാകും. സ്വന്തം അനുഭവത്തിൽ അവ അറിയാനാവും. ഈ പറയുന്നതിന്റെ എല്ലാം പൊരുൾ ഈശ്വരൻ, മായ, ജീവൻ, ത്രിഗുണങ്ങൾ, ഇതെല്ലാം ശരിക്കും എന്താണ് എന്നുള്ളത് ആത്മാനുഭവം, ഈശ്വര ദർശനം നേടിക്കഴിയുമ്പോൾ വ്യക്തമാകും. അതുവരെ എത്ര പഠിച്ചാലും എത്ര ചിന്തിച്ചാലും ഈ കാര്യങ്ങൾ വ്യക്തമാവുകയുമില്ല. ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് ഒരു പരിമിതിയുണ്ട്, അനുഭവത്തിന് പരിമിതിയില്ല. അത് ബുദ്ധിയെയും കടന്നു പോകുന്നതാണ്. കേവലമായ ഈശ്വരാനുഭവം അല്ലെങ്കിൽ ബ്രഹ്മാനുഭവം ബുദ്ധിക്ക് അതീതമായ ഒന്നാണ്. അതുകൊണ്ട് ആ അനുഭവം നേടുമ്പോൾ മാത്രമേ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഉൾപ്പൊരുൾ വ്യക്തമാവുകയുള്ളൂ. സാത്വിക ഗുണത്തിന് ആധാരമായ അല്ലെങ്കിൽ ഇരിപ്പിടമായ മായയിൽ നിന്നും ഈശ്വരൻ ഉണ്ടാകുന്നു. ഇവിടെ ഈശ്വരൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇല്ലാതിരുന്ന ഈശ്വരൻ നിലവിൽ വരുന്നു എന്നല്ല. സത്വമായയിൽ ബ്രഹ്മചൈതന്യം പ്രതിഫലിക്കുമ്പോൾ ഈശ്വരൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങുന്നു, വ്യവഹരിക്കപ്പെടാൻ തുടങ്ങുന്നു എന്നർത്ഥം. അപ്രകാരം രജോ ഗുണത്താൽ ആവരണം ചെയ്യപ്പെട്ട അവിദ്യയും, രജസ് മാത്രമല്ല രജസ്സും സത്വവും, ഇത് രണ്ടും കൂടെ ചേർന്നതാണ് അവിദ്യ. അതിനെ മലിനസത്വം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശുദ്ധസത്വവും മലിനസത്വവും. ശുദ്ധസത്വം സത്വഗുണം മാത്രം പ്രകടമാകുന്ന അവസ്ഥയാണ്. മലിനസത്വത്തിൽ രജസ്സും തമസ്സും കലർന്നിരിക്കും. അതിൻ്റെ പേര് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം എന്നാണ്. അതാണ് ജീവന്മാരുടെ ഉപാധി. ജീവഭാവത്തിന് കാരണം ഈ രജസ്സും തമസ്സും കലർന്ന അവിദ്യയാണ്. അപ്രകാരം രജോ ഗുണത്താൽ ആവരണം ചെയ്യപ്പെട്ട അവിദ്യയും പലതായി പിരിയുന്നത് അവിദ്യയാണ്. ശുദ്ധസത്വം ഏകമാണ്, അത് പലതായി പിരിയില്ല. അത് പലതായി പിരിഞ്ഞാൽ പല ഈശ്വരന്മാർ ഉണ്ടായി എന്ന് പറയേണ്ടി വരും. അത് വേദാന്തത്തിനും ശാസ്ത്രത്തിനും ഒന്നും സമ്മതമല്ല. അതുകൊണ്ട് സത്വമായ ഒന്ന്, അവിദ്യ പലത്. അങ്ങനെ വരുമ്പോൾ സത്വമായി പ്രതിഫലിച്ച ബ്രഹ്മചൈതന്യമായ ഈശ്വരൻ ഒന്ന്, മലിനസത്വയായ പ്രകൃതിയിൽ അല്ലെങ്കിൽ അവിദ്യയിൽ പ്രതിഫലിക്കുന്ന ബ്രഹ്മചൈതന്യം അനേകം ജീവന്മാർ എന്നറിയപ്പെടുന്നു. അപ്രകാരം രജോഗുണത്താൽ ആവരണം ചെയ്യപ്പെട്ട അവിദ്യയും പലതായി പിരിഞ്ഞ് ഈശ്വര ചൈതന്യവും കലർന്ന ജീവാത്മാക്കൾ ഉണ്ടായിത്തീരും. ചൈതന്യം പ്രതിഫലിക്കാതെ ജീവഭാവം സാധ്യമല്ല. ജീവൻ ചേതനനാണ്, ചൈതന്യാംശമാണ്. ചൈതന്യത്തിന് അംശമില്ല എന്നുള്ളത് അന്തിമമായ സത്യം. എന്നാലും പല പല ഉപാധികളിൽ ഈ അഖണ്ഡ ചൈതന്യം പ്രതിഫലിക്കുമ്പോൾ പല പല ജീവന്മാരായി മാറിയതുപോലെ തോന്നുന്നു. അനേകം ജ്ഞാനികൾ ഇവിടെ ഉള്ളതുപോലെയാണ് നമ്മുടെ തോന്നലും വ്യവഹാരവും. ഇനി നോക്കാം എന്ത് പറയുന്നു എന്ന്. ആത്മാവോ പരമാത്മാ ജീവാത്മാവെന്നിങ്ങനെ ആത്മാവേകനെങ്കിലും മൂന്നായി ചൊല്ലിയിടുന്നു. നിർണയം പരമാത്മാ തന്നെ ജഠരത്തിൽ എണ്ണമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള പരമാത്മാവു തങ്കൽ നിന്ന് പൊങ്ങിന ജഗത്തെല്ലാം ഒരിക്കൽ ഉണ്ടായി വരും. അഖിലത്തിനും ആത്മാ താനായിട്ടിരിക്കലും സകല മാതാവായ മായതൻ ഗുണങ്ങളെ. തീരുന്നില്ല, നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഇതിന്റെ അർത്ഥം പറയാം. ആത്മാവ് പരമാത്മാ ജീവാത്മാവെന്നിങ്ങനെ ആത്മാവ് ഏകനെങ്കിലും മൂന്നായി ചൊല്ലിയിടുന്നു. ഒരാൾക്ക് തന്നെ പല പേരുകൾ ഉണ്ടാകാമല്ലോ. പുറത്ത് വിളിക്കുന്നത് പത്മനാഭൻ, വീട്ടിൽ വിളിക്കുന്ന വിളിപ്പേര് ബാബു, ഇങ്ങനെയില്ലേ? ഇനി ഇതൊന്നും പോരാന്ന് പറഞ്ഞ് കൂട്ടുകാരും നാട്ടുകാരും ഇരട്ടപ്പേര് വിളിക്കാറില്ല. സോഡാ കുപ്പി, സൈക്കിൾ റിക്ഷ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഇരട്ടപ്പേരിടാമല്ലോ. പക്ഷേ വ്യക്തി ഒന്ന് തന്നെയാണ്. അതുപോലെ ആത്മാവ് ഏകമാണെങ്കിലും ഏകനാണെങ്കിലും മൂന്ന് പേര് പറഞ്ഞു വിളിക്കുന്നു. ഏതൊക്കെയാണ് ആ മൂന്ന് പേര്? ഒന്ന് ആത്മാവ് എന്നത് തന്നെ, പിന്നെ പരമാത്മാവ്, അവസാനം ജീവാത്മാവ്. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ശുദ്ധ ചൈതന്യം, ഈശ്വരൻ എന്ന് തന്നെയാണ് അർത്ഥം. ജീവാത്മാവ്
ഒരു ശരീരത്തോടുകൂടെ ചേർന്ന്, ഉപാധിയോട് കൂടെ ചേർന്ന്, ശരീരം, മനസ്സ്, ബുദ്ധി തുടങ്ങിയ ഉപാധിയോടുകൂടെ ചേർന്ന് വിലസുന്ന ചൈതന്യമാണ് ജീവാത്മാവ്, അല്ലെങ്കിൽ ജീവൻ, അതുമല്ലെങ്കിൽ ചിദാഭാസം. ഇനി വെറും ആത്മാവെന്ന് പറഞ്ഞാലോ? വെറും ആത്മാവ് എന്ന് പറഞ്ഞാൽ കേവലമായ ചൈതന്യം. പരമാത്മാവ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. പക്ഷേ പരമാത്മാവ്, ജീവാത്മാവ്, ഇത് രണ്ടും സാപേക്ഷങ്ങളായ വാക്കുകളാണ്. ജീവാത്മാവുമായി തട്ടിച്ചു നോക്കുമ്പോഴാണ് പരമാത്മാവ് എന്ന് പറഞ്ഞത്. പരമമായ ആത്മാവ്, അങ്ങേയറ്റത്തെ ആത്മാവ്. പക്ഷെ കേവലമായ നിലയിൽ അതിന് ജീവാത്മാവെന്നോ പരമാത്മാവെന്നോ പറയണ്ട. ആത്മാവ്, ബോധം, അഖണ്ഡമായ ബോധം, അതിൽ യാതൊരു തരത്തിലുള്ള ഭേദവും ഇല്ല. ഇങ്ങനെ ആത്മാവ്, ജീവാത്മാവ്, പരമാത്മാവ് എന്നിങ്ങനെ 3 പേര് പറഞ്ഞ് വിളിക്കുന്നു ഈ മഹാസത്യത്തെ. നിർണയം പരമാത്മാ തന്നുടെ ജഠരത്തിൽ എണ്ണമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. ഈ പരമാത്മാവിന്റെ ഉദരകോശത്തിനകത്ത്, വയറ്റിന്റെ ഉള്ളിൽ, അഖണ്ഡ ബോധത്തിന്റെ ഉള്ളിൽ എണ്ണമില്ലാത്ത ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു എന്നാണ് പറയുന്നത്. പുറത്തു വരേണ്ട താമസമേ ഉള്ളൂ. പുറത്തു വരേണ്ട താമസം എന്ന് പറഞ്ഞാൽ പ്രകടമാകണം. പ്രകടമാകാതെ അനേകം കോടി ബ്രഹ്മാണ്ടങ്ങൾ ഈ ചൈതന്യത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. പ്രകടമാകുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോ ലോകങ്ങൾ എത്രയുണ്ട് അറിയില്ല, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. അപ്പോ അനേകം ഗർഭങ്ങളെ, അല്ല, അനേകം ലോകങ്ങളെ തൻ്റെ ഗർഭത്തിനകത്ത്, ഉദരകോശത്തിനകത്ത് വെച്ചിരിക്കുന്ന മഹാസത്യമാണ് ഈ ഈശ്വരതത്വം അല്ലെങ്കിൽ ബ്രഹ്മതത്വം. അങ്ങനെയുള്ള പരമാത്മാവ് തങ്കൽ നിന്ന്, അങ്ങനെയുള്ള ആ ജഗതീശ്വരൻ പരബ്രഹ്മത്തിൽ നിന്ന് പൊങ്ങിന ജഗത്തെല്ലാം ഒരിക്കലുണ്ടായി വരും. ഒരിക്കലുണ്ടായി വരും എന്ന് പറഞ്ഞാൽ അതാത് സമയത്ത് പുതിയ പുതിയ പ്രപഞ്ചങ്ങൾ, പുതിയ പുതിയ ജീവരാശികൾ ഈ അഖണ്ഡ ബോധത്തിൽ നിന്ന് പുറത്തേക്ക് വരും, പ്രകടമാകും എന്നർത്ഥം. അഖിലത്തിനും ആത്മാ താനായിട്ടിരിക്കലും, എല്ലാറ്റിൻ്റെയും സത്യം താനില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല, ഒരു നാമരൂപവുമില്ല. അങ്ങനെ എല്ലാറ്റിൻ്റെയും അന്തരാത്മാവായി, എല്ലാറ്റിനും കാരണമായി താൻ മാത്രമേ ഉള്ളൂ എങ്കിലും സകല മാതാവായ മായ തൻ ഗുണങ്ങളെ പുറമേ പ്രകാശിച്ചിട്ട് അകമേ അവ്യക്തനായി മരുവിയിടുന്നു. പുറമേ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ പ്രകാശിപ്പിക്കുകയും ജീവജാലങ്ങളുടെ ഉള്ളിൽ ജീവൻ പോലും അറിയാതെ ഒളിഞ്ഞു കഴിയുകയും ചെയ്യുന്നത് ഈ പരമാത്മാവിന്റെ ഒരു ലീലയാണ്. ആ ജഗതീശ്വരൻ കണ്ണുപൊത്തി കളിക്കാൻ വലിയ ഇഷ്ടമുള്ളവനാണ്. എന്നെ പിടിച്ചോ, പറ്റുമെങ്കിൽ എന്നെ കണ്ടുപിടിക്കടാ മനുഷ്യ, ഞാനിതാ നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്, ഒളിഞ്ഞിരിക്കുന്നു. പുറമേ നോക്കിയാൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അനന്തമായ ആകാശം, അതിൽ അനേകം ഗോളങ്ങൾ, അതിൽ അനേകം പദാർത്ഥങ്ങൾ, ജീവരാശികൾ വായു പൊളിച്ചു നോക്കി നിൽക്കുന്നു. ഉള്ളിലേക്ക് നോക്കിയാൽ ഇതിന്റെ എല്ലാം കാരണമായ ആ ഈശ്വരൻ ഉള്ളിലുണ്ടായിരുന്നിട്ടും കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരു ഇരുട്ടിന്റെ ഉള്ളിൽ അദ്ദേഹം ഒളിഞ്ഞ് സ്ഥിതി ചെയ്യുന്നു. ഉണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇതുവരെ വായിച്ചതിന്റെ അർത്ഥം പറയാം. ആത്മാവ്, ജീവാത്മാവ്, പരമാത്മാവ് എന്നിങ്ങനെ ആത്മാവ് ഒന്നാണെങ്കിലും 3ആയി അറിയപ്പെടുന്നു അല്ലെങ്കിൽ പറയപ്പെടുന്നു. പരമാത്മാവിന്റെ ജഠരത്തിൽ എണ്ണിയാൽ തീരാത്ത ബ്രഹ്മാണ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല, ഉണ്ട്, പ്രകടമാവുന്നില്ല. ഓരോരോ സമയത്ത് ഓരോന്ന് പ്രകടമാവും. ഓരോന്ന് എപ്പ പ്രകടമാകും എന്ന് തീരുമാനിക്കുന്നത് ഈ സർവേശ്വരനാണ്. അവിടെയാണ് ഈശ്വരന്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്രകാരമുള്ള പരമാത്മാവിൽ നിന്നും ഉദയമാകുന്ന ജഗത്ത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ ജഗത്തുകൾ, പുതിയ പുതിയ ജീവരാശികൾ അല്ലെങ്കിൽ ജീവന്മാർ ഈ അഖണ്ഡ ബോധത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അഗ്നിയിൽ നിന്ന് തീപ്പൊരികൾ ചിതറുന്നത് പോലെ വിസ്ഫുലിംഗങ്ങൾ, തീപ്പൊരികൾ എങ്ങനെ ഒരു അഗ്നിയിൽ നിന്ന് 4 പാടും തെറിക്കുന്നുവോ, ഈ പരമാത്മാവാകുന്ന വലിയ തീയിൽ നിന്നും ജീവന്മാരും ജഗത്തുകളുമാകുന്ന തീപ്പൊരികൾ ചിതറിത്തെറിച്ചുകൊണ്ടേയിരിക്കും. എത്ര കാലം? അഗ്നി ഉള്ളിടത്തോളം കാലം. ഈ അഗ്നിക്ക് ഇന്ധനം ആവശ്യമില്ലാത്തത് കൊണ്ട്, സ്വയം പ്രകാശകമായ സത്യമാണ് ഈ പരമാത്മാവ് എന്നതുകൊണ്ട് ഇന്ധനം തീരുന്ന പ്രശ്നമില്ല. വിറക് കത്തിത്തീരുന്ന
തീരുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നും ഈ ആത്മാവ് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ജീവന്മാരും ജഗത്തുകളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉണ്ടായവ പരിണമിച്ചുകൊണ്ടേയിരിക്കും. പരിണമിച്ചവ മറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഇത് അനാദിയായ ലീലയാണ്. അറിവിലെഴുന്ന അനാദിയായ ലീലയാണ്. അനാദിയായ ഒരു കളിയാണിത്. നമുക്ക് ഇതിനെ ഒന്നും മാറ്റിമറിക്കാൻ പറ്റില്ല. ഈ സത്യം മനസ്സിലാക്കിയാൽ നമുക്ക് ശാന്തിയോടുകൂടെ ഇവിടെ ജീവിക്കാം. അതാണ് ഇതൊക്കെ അറിയുന്നത് കൊണ്ടുള്ള പരമപ്രയോജനം. അപ്പോ ഈ പരമാത്മാവിൽ നിന്ന് ഉദയമാകുന്ന ജഗത്ത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ആത്മാവ് എല്ലാറ്റിനും ആധാരമായിരിക്കുന്നുവെങ്കിലും സകലതിനും മാതാവായ ഗുണങ്ങൾക്ക് വശപ്പെട്ടും വർത്തിക്കുന്നു. എല്ലാറ്റിന്റെയും മാതാവ് സൃഷ്ടിക്ക് കാരണം മായയാണ്. ഈ മായ സ്വതന്ത്രമായ ഒന്നല്ല, ഈ ഈശ്വരന്റെ തന്നെ സഹധർമ്മിണിയാണ്, ഭാര്യയെ പോലെയാണ്. അനുസരണയുള്ള ഭാര്യയായി ഈ മായ പരമാത്മാവിനോട് കൂടെ ചേർന്ന് നിൽക്കുന്നു. ആ അമ്മയാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം. അപ്പോ ആ മായയോടുകൂടെ ചേർന്നും ഈ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു. അതാണ് ജീവന്മാർ എന്ന് പറയുന്നത്. മായാതീതനായി, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനായി, സർവശക്തനായി, മായയെ തന്റെ അധീനതയിൽ നിർത്തിക്കൊണ്ടും ഈ ഈശ്വരന് സ്ഥിതിയുണ്ട്. അതാണ് ഈശ്വരന്റെ യഥാർത്ഥ സ്വരൂപം. ജീവന്മാരെല്ലാം തന്നെ ഈശ്വരൻ തന്നെയാണ്, സംശയമില്ല. പുറമേ പ്രകാശിച്ചിട്ടനേക, അതിന് മുമ്പിൽ നിന്ന് വായിക്കാം. അഖിലത്തിനുമാത്മാ താനായിട്ടിരിക്കലും സകല മാതാവായ മായതൻ ഗുണങ്ങളെ പുറമേ പ്രകാശിച്ചിട്ടകമേ അവ്യക്തനായി മരുവീടുന്നു ജീവാത്മാക്കളിൽ ജീവാത്മാവായി. അകവും പുറവും എല്ലാടവും നിറഞ്ഞൊരു പരമാത്മാവു തന്നെ ജീവാത്മാവാകുന്നതും ഈശ്വരനാകുന്നതും അന്തര്യാമിയും പിന്നെ ശാശ്വതനായോരവ്യാകൃതനും ആത്മാവല്ലോ. മായയാമജ്ഞാനേന മറച്ചങ്ങിരിക്കയാൽ മായാമോഹിതന്മാർക്ക് തോന്നിയിടും പലതരം. അഖിലത്തിനും ആത്മാ താനായിട്ടിരിക്കലും സകല മാതാവായ എല്ലാറ്റിനും കാരണമായ മായതൻ ഗുണങ്ങളെ എന്ന് പറഞ്ഞാൽ പ്രകൃതി ഗുണങ്ങളെ, സത്വരജസ്തമോ ഗുണങ്ങളെ പുറമേ പ്രകാശിച്ചിട്ട് അവയെ പ്രകടമാക്കിയിട്ട് ജീവന്റെയും ജഗത്തിന്റെയും രൂപത്തിൽ കളിക്കുന്നത് ഈ ഈശ്വരൻ തന്നെയാണ്. പുറമേ പലതരത്തിലുള്ള പ്രകടനം, അകമേ അവ്യക്തനായി, ഈ ജീവന്റെ ഉള്ളിൽ അവ്യക്തനായി, അത്ര വ്യക്തമല്ല എന്ന് തോന്നിക്കുമാറ് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നു ഈ ഈശ്വര തത്വം. അതാണ് അകമേ അവ്യക്തനായി എന്ന് പറഞ്ഞത്. മരുവീടുന്നു ജീവാത്മാക്കളിൽ ജീവാത്മാവായി. ജീവാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ശരീരം, മനസ്സ്, ബുദ്ധി എന്നീ ഉപാധികളോട് കൂടിയ എല്ലാ ജീവനും എല്ലാ ജീവികളും ജീവാത്മാക്കളാണ്. ആ ജീവാത്മാക്കളുടെ ഹൃദയാന്തർഭാഗത്ത് ഇദ്ദേഹം അവരാൽ അറിയപ്പെടാതെ മറഞ്ഞു കഴിയുന്നു. എല്ലാറ്റിനെയും കണ്ടുകൊണ്ട് ആരാലും കാണപ്പെടാതെ സർവസാക്ഷിയായി ഈ ചൈതന്യം ജീവന്റെ ഉള്ളിൽ തന്നെയുണ്ട്. മരുവീടുന്നു ജീവാത്മാക്കളിൽ ജീവാത്മാവായി അകവും പുറവും, ജീവന്റെ ഉള്ളിലും വെളിയിലും, എന്തിന് എല്ലായിടവും, എല്ലായിടവും എന്നുള്ളതിനെ ചുരുക്കി എല്ലായിടവും. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ എന്നുള്ളതിന് ഒന്നരാടം, ഞാൻ ഒന്നരാടവേ കുളിക്കാറുള്ളൂ, ഒന്നരാടം ഞാൻ അമ്പലത്തിൽ പോകും എന്നൊക്കെ പറയാനില്ലേ. ഈ ഒന്നര എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ, ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്നാണ് അർത്ഥം. ഇങ്ങനെ ആ ഒന്നരാടം എന്ന് പറയുന്നത് പോലെ എല്ലായിടവും എന്നുള്ളതിനെ ചുരുക്കി എല്ലായിടവും, അകവും പുറവും എല്ലായിടവും നിറഞ്ഞൊരു പരമാത്മാവ് തന്നെ ജീവാത്മാവാകുന്നതും എല്ലാറ്റിൻ്റെയും ഉള്ളിലും വെളിയിലും സർവ്വദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് ഓരോ ശരീരത്തിലും പ്രകാശിക്കുന്ന ഞാൻ എന്ന അനുഭവം. അതുകൊണ്ടാണ് ആ ജീവൻ ബ്രഹ്മം തന്നെ എന്ന് വേദാന്തം പറയുന്നത്. ജീവോ ബ്രഹ്മൈവ
ന അപരഹ. ഈ ജീവൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിന്റെ അംശം തന്നെ, അല്ലെങ്കിൽ പരമാത്മാവ് തന്നെ. അംശം എന്നും പറഞ്ഞ് അതിനെ കൊച്ചാക്കണ്ട. അംശമാണ് എന്ന് തോന്നുന്നു, വാസ്തവത്തിൽ അത് ഏകമായ സത്യമാണ്. ആ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവായി പ്രകടമായിരിക്കുന്നത്. ഈശ്വരോ ജീവകലയാ ഭുവനം പ്രവിഷ്ട എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഈശ്വരൻ ജീവൻ എന്ന അംശത്തിൽ, ആ ഒരു പരിമിതമായ ചൈതന്യം എന്ന പോലെ ഭുവനത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ലോകത്തിൽ പല പല ശരീരങ്ങളിൽ പ്രവേശിച്ച് സ്ഥിതി ചെയ്യുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തിന് അംശങ്ങളില്ല. അദ്ദേഹം പലതായിട്ടില്ല, പലതാകാനൊക്കുകയില്ല. അദ്ദേഹം എന്നും ഏകനാണ്. ഉപാധി ഭേദം കൊണ്ട് പലതെന്ന പോലെ തോന്നുന്നു. അനേകം ജീവന്മാർ, പലതരം പദാർത്ഥങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. വാസ്തവത്തിൽ ഒരൊറ്റ ഈശ്വര തത്വമേ ഇവിടെ ഉള്ളൂ. പരമാത്മാവ് തന്നെ ജീവാത്മാവാകുന്നതും ഈശ്വരനാകുന്നതും അന്തർയാമിയും. പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ്, ഈശ്വരൻ, അന്തർയാമി എന്നീ പല രൂപങ്ങളിൽ പ്രകാശിക്കുന്നത്. പിന്നെ ശാശ്വതനായോരവ്യാകൃതനും ആത്മാവല്ലോ. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് എല്ലാം ലയിച്ചു കിടന്നല്ലോ. ആ അവ്യാകൃത അവസ്ഥയിൽ ഗുണസാമ്യം, ഗുണങ്ങൾ വേർതിരിയുന്നതിന് മുമ്പ് ഒരു അവ്യക്താവസ്ഥ, മഹാസുഷുപ്തി, മഹാപ്രളയം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ അവസ്ഥയിലിരിക്കുന്ന ഈശ്വരന്റെ പേരാണ് അവ്യാകൃതൻ. ഒരേ ഈശ്വര തത്വം തന്നെയാണ്. പ്രപഞ്ച രൂപത്തിൽ പ്രകടമാകുന്നു, പ്രകടമാകാതെ ലയിച്ചു കിടക്കുന്നു. ഈ അവ്യക്താവസ്ഥയിലും വ്യക്താവസ്ഥയിലും എല്ലാം യഥാർത്ഥത്തിലുള്ളത് ഒരു ഈശ്വര തത്വം തന്നെയാണ്. അങ്ങനെ ആ ശാശ്വതനും അവ്യാകൃതനുമായ ആ ഈശ്വര തത്വവും വാസ്തവത്തിൽ ഈ പരമാത്മ തത്വം തന്നെ, ബ്രഹ്മം തന്നെ. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് പലതെന്ന പോലെ തോന്നുന്നു എന്ന് ചോദിച്ചാൽ, മായയാമജ്ഞാനേന മറച്ചങ്ങിരിക്കയാൽ, മായയാകുന്ന അജ്ഞാനത്താൽ നമ്മുടെ ബുദ്ധി മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മായാമോഹിതന്മാരായി നാം കഴിയുന്നു. നമ്മൾ മോഹിതരാണ്. സത്യമറിയാതെ കണ്ടതിന് സത്യം എന്ന് കരുതി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാണ് മായാമോഹിതരായ ഈ ജീവാത്മാക്കൾ അല്ലെങ്കിൽ ജീവാക്കൾ. മായാമോഹിതന്മാർക്ക് തോന്നിയിടും പലതരം. ഇവിടെ പലതുണ്ട്, നാനാത്വമുണ്ട്, പലത് സത്യമാണ്. വേറെ വേറെ, ഞാൻ വേറെ, അവൻ വേറെ, നീ വേറെ, സൂര്യൻ വേറെ, ചന്ദ്രൻ വേറെ. ഈശ്വരന്മാരിൽ തന്നെ ബ്രഹ്മാവ് വേറെ, വിഷ്ണു വേറെ, ശിവൻ വേറെ, പാർവതി വേറെ, സരസ്വതി വേറെ, മഹാലക്ഷ്മി വേറെ, ഗണപതി വേറെ, സുബ്രഹ്മണ്യൻ വേറെ, ധർമ്മശാസ്താവ് വേറെ, പാൽക്കുളങ്ങര കൃഷ്ണൻ വേറെ, അനന്തപത്മനാഭ സ്വാമി വേറെ, ഗുരുവായൂരപ്പൻ വേറെ. ഒരേ കൃഷ്ണനിൽ തന്നെ പല ഭേദങ്ങളും കൽപ്പിച്ച് ഓരോന്നും വേറെ 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 എന്ന് ചിന്തിക്കാൻ കാരണം ഈ മായയാണ്. മായാമോഹിതരാണ്. പലതരം നാമരൂപങ്ങളിൽ ഒരേ ഈശ്വരന്റെ തന്നെ പലതരം പ്രകടനങ്ങളിൽ മോഹിച്ച് വേറെ വേറെയാണ് എന്ന് വിചാരിച്ച് ഒന്നു മാറി ഓരോ ഈശ്വര തത്വത്തെയും പല രൂപത്തിൽ ഈ ഈശ്വര തത്വത്തെ ഉപാസിച്ച് അവസാനം ഒന്നും കിട്ടാതെ കൂരിരുട്ടിൽ ജീവിതം അവസാനിപ്പിക്കുന്നത്. നമുക്ക് സാരം കൂടെ വായിച്ചിട്ട് ഇന്നത്തേക്ക് നിർത്താം. പുറമേ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി, കോടാനുകോടി പദാർത്ഥങ്ങളായി പ്രകാശിച്ചും അകം അവ്യക്തമായും കഴിയുന്ന ജീവാത്മാവ്. ഉള്ളിൽ എന്താണ് എന്നുള്ളത് പിടിയില്ല, എല്ലാം അറിയാം. പക്ഷെ താനാര്, എന്തിനു വന്നു, തൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത്, ഇതൊന്നും അറിയാതെയാണ് ജീവന്മാർ ഇവിടെ ജീവിക്കുന്നത്. പുറമേ പ്രകാശിച്ചും അകം അവ്യക്തമായും കഴിയുന്ന ജീവാത്മാവ് അകവും പുറവുമെന്നല്ല, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു തുളുമ്പുന്ന പരമാത്മാവ് തന്നെയാണ്. ഉള്ളിലിരുന്ന് ജീവികളെ നിയന്ത്രിക്കുന്നതാണ് ഈശ്വരൻ. ഈശ്വരന്റെ നിയന്ത്രണം പുറമേ ഉണ്ട്. പ്രകൃതി ഘടകങ്ങളെ, കാറ്റ്, ജലം, അഗ്നി, ഇങ്ങനെ പഞ്ചഭൂതങ്ങളെയും അവയുടെ ചലനങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. പക്ഷേ ഈശ്വരന്റെ ശരിക്കുള്ള ഭരണം, ശരിക്കുള്ള നിയന്ത്രണം ജീവന്മാരുടെ ഉള്ളിലിരുന്നു കൊണ്ടാണ്. അത് തന്നെയാണ് പരമാത്മാവ്. ശാശ്വതനും എന്നാൽ വികാസത്തെ പ്രാപിക്കാത്തവനുമായ ആത്മാവാണ്
ജീവാത്മാവായി രൂപാന്തരം പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന പോലെ തോന്നുന്നത്. രൂപാന്തരമൊന്നും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. അജ്ഞാനത്താൽ അഥവാ മഹാമായയാൽ മറച്ചിരിക്കുന്നത് നിമിത്തം അജ്ഞാനാന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് ആത്മാവ് പലതായി തോന്നും. ഞാൻ വേറെ, നീ വേറെ, അവൻ വേറെ എന്ന് തോന്നും. പിന്നെ നാമരൂപങ്ങൾ ഓരോന്നും വേറെ വേറെയാണ്. എല്ലാം പഞ്ചഭൂതങ്ങളുടെ പ്രകടനമാണ്. എന്നാലും വേറെ വേറെ എന്ന് കരുതുന്നത് കൊണ്ടാണ് നാമരൂപങ്ങളിൽ ജീവന്മാർ മോഹിതരായിത്തീരുന്നത്. അതാണ് മനുഷ്യന്റെ ദുസ്ഥിതിക്ക് കാരണം. ദുസ്ഥിതി എന്ന് പറഞ്ഞാൽ ദുഃഖം, പലതരത്തിലുള്ള ദുരിതങ്ങളും ഭയവും ടെൻഷനും ഒക്കെ മനുഷ്യൻ അനുഭവിക്കാൻ കാരണം ഭേദദൃഷ്ടി. ഭേദദൃഷ്ടിരവിദ്യാസ്യ. അവിദ്യയെ നിർവചിക്കുന്നത് ഭേദദൃഷ്ടി എന്നാണ്. പലത് സത്യം എന്ന് കരുതിയാൽ വേറെ വേറെ, അത് വേ ഇത് റേ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ? ആ ഭേദചിന്ത തന്നെയാണ് അവിദ്യ. ഭേദചിന്തയിൽ നിന്നുപരിയായി വേറെ ഒരു അവിദ്യയും ഇവിടെ ഇല്ല. ആ അവിദ്യ കാരണമായിട്ടാണ് മനുഷ്യർ ദുഃഖിക്കുന്നത്, അല്ലൽ അനുഭവിച്ചു കഴിയുന്നത്. ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ നിർത്താം. ഈ ശീർഷകവും ഇവിടെ അവസാനിക്കുന്നു. ഏത് ശീർഷകം? 23-ാമത്തെ ശീർഷകമായ മായാകാര്യം. അടുത്തത് 24-ാമത്തെ ശീർഷകമാണ് ദേഹം 3 പ്രകാരം. സൃഷ്ടി തുടങ്ങിക്കഴിഞ്ഞല്ലോ. ഈശ്വരൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ദേഹങ്ങളെയാണ് പ്രധാനമായി സൃഷ്ടിക്കുന്നത്. ആ ദേഹങ്ങൾ 3 തരത്തിൽ: സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ആ ദേഹത്രയങ്ങളെയാണ് ദേഹം 3 പ്രകാരം എന്ന 24-ാം ശീർഷകത്തിൽ വർണ്ണിക്കുന്നത്. ആ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം.